അപ്പോൾ നമ്മുടെ കേരളം വീണ്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കുകയാണല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ നവംബർ മാസം 14-ാം തീയതി നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം കൊണ്ടുവന്നു. ആ ഒരു വിജ്ഞാപനം അനുസരിച്ച് ഈ വരുന്ന ഡിസംബർ 9-ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പും ഡിസംബർ 11-ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഡിസംബർ 13-നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളൊരു പ്രത്യേക അധികാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ അധികാരമുള്ള സ്ഥാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എന്ന് പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243K, 243ZA എന്നിവ പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പ്രഖ്യാപിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, നമ്മുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക, അതേപോലെ റിസൾട്ട് പ്രഖ്യാപിക്കുക, ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്കാണുള്ളത്. നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1953-ലാണ്. നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. 1956-ൽ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം 1960-ൽ കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെ അനുസരിച്ച് 1963-ൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു 73-ാം ഭരണഘടനാ ഭേദഗതി നിയമം 1992, 74-ാം ഭരണഘടനാ ഭേദഗതി നിയമം 1992. ഈ രണ്ട് നിയമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ കേരള പഞ്ചായത്ത് രാജ് ആക്റ്റും കേരള മുനിസിപ്പാലിറ്റി ആക്റ്റും കേരള സംസ്ഥാന നിയമസഭ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നുകൊണ്ട് പോകുന്നത്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ കേരളത്തിൽ നടക്കുന്നത് 1995-ലും തുടർന്നുള്ള ഓരോ 5 വർഷക്കാലം കൂടുന്തോറും നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ വേണ്ടുന്ന മിനിമം പ്രായം എത്രയാണ്? താങ്ക് യു.